ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ് കേരള സിലബസിൻ്റെ മാത്സിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന പാഠത്തിൻ്റെ 3ാമത്തെ പാർട്ടാണ് കേട്ടോ. 3ഓ 4ഓ ആണ്. കാരണം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ചാപ്റ്ററൊക്കെ ഇന്ന് എടുത്ത് നോക്കണം കേട്ടോ. ആദ്യത്തെയൊക്കെ നോക്കിയിട്ട് വേണം ഇതിലോട്ട് വരാൻ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, അതായത് ഗുണനക്രിയകൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ. അതായത് ഇതറിയാമെങ്കിൽ മാത്രമേ ഇനി നമുക്ക് തുടർന്നുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, ഉദാഹരണം നോക്കണേ കുഞ്ഞുങ്ങളെ. 2/3/5 എന്താ 2/3/5 ആണല്ലോ. ഇതിനെ നമ്മൾ എങ്ങനെ ഈ 3 ഇങ്ങനെ തരുന്നതിൻ്റെ പേരെന്താണെന്നറിയോ? മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ്. എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ? ഈ മിക്സഡിൽ തരുന്നത് അല്ലേ, മിക്സഡ് 3 കണ്ടില്ലേ കുഞ്ഞുങ്ങളെ. മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. കേരള സിലബസ് കൂടെ കേട്ടോണേ കുഞ്ഞുങ്ങളെ. ഇതിനെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. നോക്കിക്കേ, 3 തരുന്നുണ്ട്. ഈ കണക്ക് ഈ 3 വരുന്നത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. 2/3/5 എങ്ങനെ ചെയ്യും നോക്കൂ കുഞ്ഞുങ്ങളെ. ആദ്യമേ 2 എഴുതുക, ലെഫ്റ്റിൽ കിടക്കുന്ന 2 എഴുതുക, പിന്നെ ഇൻറ്റു ഇട്ട് കൊടുക്കുക, എന്നിട്ട് താഴെ കിടക്കുന്ന 5 എടുത്ത് എഴുതുക, എന്നിട്ട് പ്ലസ് ഇടുക, 3 ഇടുക, /5 എന്നിടുക. വല്ലോ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ എഴുതിയത് 2/3/5 അല്ലേ ആണല്ലോ. അതായത് നിങ്ങൾ ഈ ടിക്ക് ഓർത്താൽ മതി. ഏതാ നമ്മളൊക്കെ ശരി കിട്ടത്തില്ലേ, ആ ശരി ഓർക്കണം. അതായത് തുടക്കം 2ാമത് വരുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് 3ാമത് കിടക്കുന്നതിനെ കൂട്ടണം. ആദ്യം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി പാടായിട്ട് തോന്നുമെങ്കിലും ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം. താഴെ കിടക്കുന്ന കണ്ടോ ഛേദം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡിനോമിനേറ്റർ. മലയാളം മീഡിയക്കാർക്ക് ഛേദം അംശവും ഛേദവുമാണ്. മുകളിൽ തരുന്നതിന് അംശം, താഴെ വരുന്നതിന് ഛേദം അല്ലേ. ഇത് ഓൾ നമ്പർ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അതുപോട്ടെ ഈ 3 വരുന്നതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ എന്തോ ആക്കണം, ഇംപ്രോപ്പറിലോട്ട് മാറ്റണമെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, മലയാളം മീഡിയക്കാരും കേട്ടോണം. താഴെ കിടക്കുക എളുപ്പം കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇതൊക്കെ 1-2 ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യുക, മേളിൽ കിടക്കുന്നതിനെ കൂട്ടുക. അപ്പോൾ എന്താ 2 × 5 10. 10 + 3 എത്ര? 13. 13/5. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള കണക്കുകൾ എളുപ്പം ചെയ്യാൻ പറ്റും. അത് സംശയം ഉണ്ടോയെങ്കിൽ എന്താ 13നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര? 2, 5, 10 ആണല്ലോ. ബാലൻസ് 3. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? നമ്മളെ രീതിയിൽ കോഷ്യൻറ്റിനെ ആദ്യം എഴുതുക, താഴെ ഏതാണോ വരുന്നത് അതായത് ഡിവൈസറിനെ താഴെ എഴുതുക, റിമൈൻഡർ ശിഷ്ടം എത്രയാണോ വരുന്നത് അതിനെ മേളിൽ കൊടുക്കുക. നമുക്കത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. മനസ്സിലായോ? അപ്പം നമുക്ക് ഇത് കാണാനല്ല, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നതിനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് ഇനിയുള്ള കണക്ക് ചെയ്യാൻ പറ്റൂ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കൂ നിങ്ങളെ. 4/5/7 തരിക. ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോഴേ നിങ്ങളുടെ ജോലി എന്താണ്, ഇത് മിക്സർ ആണെന്ന് ഓർത്തോളുക. പെട്ടെന്ന് അതിനെ എന്താക്കണം കുഞ്ഞുങ്ങളെ, എന്താക്കണം, ഇംപ്രോപ്പർ ആക്കണം. നോക്കിക്കേ, ആദ്യത്തെ ഫസ്റ്റ് എഴുതുക, താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യുക, മുകളിൽ കിടക്കുന്നതിനെ കൂട്ടുക, പിന്നെ താഴെ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതണം. താഴെ എന്താണോ കിടക്കുന്നത്, ഇവിടെ നോക്കിക്കേ, താഴെ 5 അല്ലേ കിടന്നത്, 5 തന്നെ അല്ലേ ഇവിടെ എഴുതി. ഇവിടെ നോക്കിക്കേ, താഴെ 7 വന്നു, ആ 7 തന്നെ എഴുതണം. ഇത് ശരിയാവാതെ നമ്മൾ എത്ര ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ ചെയ്തുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയം എടുത്താൽ ഇത് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളെ എന്താണ് 7 4 28 അല്ലേ. 28 + 5 33. സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കണേ കുഞ്ഞുങ്ങളെ. 7 × 4 7 × 7 എന്ന് വെച്ചാൽ മലയാളം മീഡിയർക്ക് 4 × 7 അല്ലേ. 4ഉം 7ഉം എത്ര? 28. 28ൻ്റെ കൂടെ 29, 30, 31, 32, 33. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്താ 33 വര ഇട്ടിട്ട് എപ്പോഴും നമ്മുടെ താഴെ കിടക്കുന്ന ഛേദം ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ എഴുതിക്കോണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒരെണ്ണവും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് 3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ മാറ്റാൻ അറിഞ്ഞിരിക്കണം. അത് മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഒന്നുകൂടെ വേണേൽ ബാക്ക് അടിച്ച് കാണും കേട്ടോ, സമയം പോകുന്നു. അതുകൊണ്ടാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയാം. നോക്കിക്കേ, 2 1/4 × 3 എങ്ങനെ നമ്മൾ ചെയ്യും?
ഞങ്ങൾക്കറിയാം ടീച്ചറെ. കാരണം എന്താണ്ട് ഈ 3 വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. എന്താ കുഞ്ഞുങ്ങളെ? 2 ഇൻറ്റു താഴെ കിടക്കുന്ന ഇൻറ്റു ചെയ്യുക, മേളിൽ കിടക്കുന്ന കൂട്ടുക, താഴെയുള്ളതിനെ അതുപോലെ എഴുതുക. അത് ഞങ്ങൾക്കറിയാം. എത്ര കുഞ്ഞുങ്ങളെ? 2 ഇൻറ്റു 4 8, 8 + 1 ഇതിനെ അങ്ങ് 3 തന്നെ എഴുതിക്കോ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അങ്ങ് മറന്നു പോകല്ലോ. 2 ഇൻറ്റു 4 എത്ര കുഞ്ഞ്? 8, 8 + 1 എത്ര? 9, 9/4 ഇൻറ്റു ഈ 3 ഇങ്ങ് കൊണ്ടുവരിക അല്ലേ. ഇനി നമുക്കറിയാം എന്താ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഈ 3ൻ്റെ അടിയിൽ 1 ഇട്ട് വേണമെങ്കിലും ചെയ്യാം. കാരണം ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 1 എന്നാണെന്ന് ഓർത്തോണ്ട്. ഇനി അത് ഡൗട്ടുള്ളവർ കേട്ടോ, ഡൗട്ടില്ലാത്തവർ വിട്ടേരെ. ഇനി എന്താ? 9 ഇൻറ്റു 3 എത്ര കുഞ്ഞുങ്ങളെ? 27. 9 3 27. താഴെ ഏതാണോ വന്നത് അതിനെ അതുപോലെ എഴുതുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? പിന്നെ ഞാൻ നേരത്തെ ഒരു ക്ലാസ് പറയാം, നമുക്കൊരിക്കലും ന്യൂമറേറ്റർ വലുതും, അതായത് അംശം വലുതും ഛേദം ചെറുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കുഞ്ഞുങ്ങളെ? 4ൻ്റെ ടേബിൾ 27 എത്ര വട്ടം വരും? 6 4 24, ബാലൻസ് 3. അപ്പോൾ നമ്മളിതിനെ താഴെ തരുന്നതിനെ താഴെ തന്നെ വേണം എഴുതാൻ. കോഷ്യൻറ്റിനെ, അതായത് മുകളിൽ തരുന്നതിനെ 6 ഇപ്പുറത്ത്, റിമൈൻഡർ മുകളിലുമായിരിക്കണം. ഇത് തെറ്റല്ലേ കേട്ടോ, ഇവിടെ തെറ്റരുത്. ഇത് നമ്മൾ ചെയ്യാൻ എന്തുകൊണ്ടാണെന്നറിയോ? ഇത് മിക്സഡിൽ തന്നതിനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിക്കാഞ്ഞത്. കാരണം ഡിവൈഡ് ചെയ്താൽ ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്, അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിയേ, 2 1/4 ഇൻറ്റു 3, അതായത് 2 ഇത് കാലല്ലേ കുഞ്ഞുങ്ങളെ? 2/4ൻ്റെ 3 എന്ന് വേണേൽ ചിന്തിച്ചുകൂടായോ? 2/4ൻ്റെ 3 വരുമ്പോൾ മൊത്തം എത്ര വരും എന്ന് ചോദിച്ചാൽ എന്ത് വരും? 3 വരുമ്പോൾ അതിൻ്റെ ആൻസർ 6.75. 3/4 കാലും ഒക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതെൻ്റെ പാർട്ട് 3ലും 1/4 3/4 ക്വാർട്ടറും 3/4 ഒക്കെ ഒരുപാടുണ്ട്. അത് തന്നെ ഒരുപാടായി പോയായിരുന്നു അല്ലേ. ഇനി ഞാനത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത നോക്കൂ നിങ്ങളെ, 3 1/, ഇതറിയാതെ നമുക്ക് ചെയ്യാൻ ഇനി അങ്ങോട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതങ്ങ് ഓക്കെ ആണെങ്കിലുണ്ടല്ലോ പടപടാന്നായിരിക്കും ഇനിയുള്ള കണക്കുകൾ. അപ്പം നമുക്കറിയാം എന്താ കുഞ്ഞുങ്ങളെ, 3 വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? എന്താ ഇനി നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇത്രയും അടിക്കേണ്ട കാര്യമില്ല. 3 വന്നാൽ താഴെ കിടക്കുന്നതിന് ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്നത് നമ്മൾ സ്റ്റെപ്പായിട്ട് എഴുതേണ്ട കാര്യമില്ല. നമ്മളൊക്കെ എന്താ കുറച്ചുകൂടെ ഒക്കെ പ്രാക്ടിക്കലായി ഇല്ലേ, കുറച്ചുകൂടെ ഞങ്ങൾക്ക് അറിയാവുന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്തേക്കണം കുഞ്ഞുങ്ങളെ. 3 ഇൻറ്റു 2 എത്ര? 6 അല്ലേ. 6 അധികമാണ്, 6 അധികം 1 9. സംശയം ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടെങ്കിൽ എന്താ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്നത് കൂട്ടുക. 2 ഇൻറ്റു 3 6, 6ഉം 1ഉം 7 വരുന്നത്. സോറി കേട്ടോ, 7 വരുന്നത്. തെറ്റല്ലേ? 2 ഇൻറ്റു 3 6, 6 1 7, 7/2 ഇൻറ്റു 5 ആണല്ലോ. അതിന് സംശയമില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. 7 5 35/2. പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞ എന്താണ്? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല. അപ്പം ഞങ്ങളുടെ ജോലി എന്താ? അതിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കണം ടീച്ചർ, അല്ലെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയും. 2ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 35 വരുന്നുണ്ടോ? 1 2 2, ബാലൻസ് 1 15, 7 2 14, ബാലൻസ് 1. അപ്പം നമ്മുടെ ജോലി താഴെ കിടക്കുന്നതിനെ അത് തന്നെ എഴുതി വെക്കണം, അതിനൊരു മാറ്റവും ഇല്ല. കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, റിമൈൻഡറിനെ മുകളിൽ കൊണ്ടുവരിക. ഇതാണ് നിങ്ങളെ ആൻസർ. അപ്പോൾ ഈ ചെയ്ത പേജിലെ ഇത്രയും എണ്ണവും ചെയ്തെങ്കിൽ മാത്രമേ, അതായത് ഇത് ഇത്രയും മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് കാണണം, കണ്ടേ പറ്റൂ, എങ്കിലേ നമുക്കിനിയുള്ള കണക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പേജ് നമ്പർ 34 ചോദ്യം നോക്കൂ നിങ്ങളെ. കാൽക്കുലേറ്റ് ഈ പറഞ്ഞ രീതി തന്നെ. എന്താണ്? 3/7 ഓഫ് 2/5. ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇങ്ങനൊരു ചോദ്യം തരും. എന്താണ് ചോദ്യം? നോക്കൂ നിങ്ങളെ. 3/7 ഓഫ് 2/5, അതായത് 2/5ൻ്റെ 3/7 ഭാഗം എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. മലയാളം ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് നിങ്ങൾ വായിക്കുമ്പം നമ്മൾ അതിൻ്റെ മലയാളവും പഠിച്ച് വെക്കണം കേട്ടോ. വായിക്കുമ്പോൾ മലയാളം. അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വെറുതെ നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലങ്ങനെ ഒരെണ്ണേ പഠിച്ചുള്ളതിൽ അത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ള. നോക്കിക്കേ, 3/7 ഓഫ് 2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഓഫ് എന്ന് വെച്ചാൽ ഇൻ്റെന്ന്, അതിൻ്റെ കൂടെ അല്ലേ, അതിൻ്റെ. അപ്പോൾ എന്താ ചെയ്യുക? നേരെ കിടക്കുന്നതങ്ങ് ഇൻറ്റു ചെയ്ത് വെച്ചാൽ 3 ഇൻറ്റു 2 6, 7 ഇൻറ്റു 5 35. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 2 3 നിങ്ങളത് സമാധാനത്തെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, കുറേ സമയം കളയുന്നില്ല കുഞ്ഞുങ്ങളെ. അത് ഞാൻ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങളുടെ ടെസ്റ്റിലെയാണ് കേട്ടോ ചെയ്തിട്ടിട്ടുണ്ട്, വെറുതെ സമയം കളയണ്ടല്ലോ. പിന്നെ
നമ്മുടെ വെയിറ്റ് പ്രോബ്ലത്തിലോട്ട് കയറാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് നോക്കിയേ. എ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ 1.5 liter ഓഫ് വാട്ടർ. 4 such ബോട്ടിൽ ഓഫ് വാട്ടർ വാസ് poured into a vessel. ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ എ വെസൽ? ഇംഗ്ലീഷ് മീഡിയക്കാരെ നിങ്ങളുടെ ചോദ്യം നോക്കിക്കും കേട്ടോ. മലയാളം മീഡിയക്കാർ നോക്കൂ കുഞ്ഞുങ്ങളെ. ഒരു കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളും. ഇത്തരം 4 കുപ്പി വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രത്തിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദ്യം കേട്ടോ. ഒരു കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളം, 1.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയാവും ഞങ്ങളെ, 1.5 ലിറ്റർ വെള്ളം. ഓക്കെ, കൊള്ളും. ഇത്തരം 4 കുപ്പി വെള്ളം, 4 കുപ്പി ഇരിപ്പുണ്ട്. 4 കുപ്പി നമ്മൾ ഈ ഓരോ കണക്ക് ചെയ്യുമ്പോഴും അതങ്ങ് മനസ്സിൽ വിചാരിക്കണേ. 4 കുപ്പി വെള്ളം ഒരു പാത്രത്തിലായിട്ട് അങ്ങ് ഒഴിച്ചു. 4 കുപ്പി വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒരു പാത്രം എടുത്തിട്ട് അതിൽ അങ്ങ് ഒഴിച്ചു. അപ്പോൾ മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കൂ നിങ്ങളെ. 1.5 ലിറ്ററിൻ്റെ ആണ് അല്ലേ? എന്താ 1.5 ലിറ്ററിൻ്റെ എത്ര എണ്ണം ഒഴിച്ചെന്നാ പറഞ്ഞേ? 4 എണ്ണം ഒഴിച്ചെന്നാ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചിന്തിക്കാം. ഇപ്പം ഓക്കെ, 1.5 3 അല്ലേ? ഇതും 1.5 3 അപ്പം 3 3 6 അല്ലേ? വേണേ അങ്ങനെ ചിന്തിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 1.5യുടെ 4 മുമ്പ് നമ്മൾ പറഞ്ഞ രീതി ആയില്ലേ? എന്തായത് 1.5 അല്ലേ? 3 എണ്ണം വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കണം, കൂട്ടണം അല്ലേ? 1 × 2 2 2 + 1 3 അല്ലേ? 3/2 × 4 ആണോ കുഞ്ഞുങ്ങളെ? ആണല്ലോ. 3 × 4 12, 12/2 6 കിട്ടിയില്ലേ? ഇത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഇതൊക്കെ നിങ്ങൾ സ്വയമേ ഒന്ന് ചിന്തിക്കുക. എന്ന് വെച്ചാൽ 1.5 ലിറ്ററിൻ്റെ ഒരു കുപ്പി ഇല്ലേ? അങ്ങനെ 4 കുപ്പിയിലെ വെള്ളമാണ്. അങ്ങനെ 4 കുപ്പിയിലെ വെള്ളം ഒരെണ്ണത്തിൽ ഒഴിച്ചാൽ എത്ര വരുമെന്ന് കേട്ടോ. എത്ര? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൂട്ടി എഴുതാം, അതല്ലെങ്കിൽ 1.5 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഇതിപ്പം ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിലാണ്. ഇത് ടെസ്റ്റിൽ വേറൊരു രീതിയിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നോക്കൂ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ 2 1/4 × 3, അതായത് ഇപ്പോൾ ഫസ്റ്റ് 2 1/4 എന്ന് വെച്ചാൽ 2 + 1/4 ആണ് ഇൻറ്റു 3. ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നറിയാം? ആദ്യം തന്ന 2നെ 3 കൊണ്ട് ചെയ്യണം, 2 × 3. പിന്നെ എന്ത് ചെയ്യണം? 1/4നെ 3 കൊണ്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് കിടക്കുന്നതിനെ ആദ്യം എടുക്കണം, രണ്ടാമത് കിടക്കുന്നതിനെ എടുക്കണം. കണ്ടോ? അപ്പോൾ 2 × 3 6, 1/4 × 3 3/4. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതല്ലാതെ ഇതിപ്പോൾ ഒരു മെത്തേഡാണ്. നമ്മുടെ രീതി ഞാൻ ആ പറഞ്ഞ രീതി വെച്ച് ചെയ്താൽ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്ത് മേളിൽ കിടക്കുന്ന കൂട്ടാം. താഴെ കിടക്കുന്ന 4നെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടാം. താഴെ എപ്പോഴും എന്തായിരിക്കും തന്നിരിക്കുന്നത് വെച്ചാൽ അത് തന്നെ എഴുതണം. താഴെ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? അതെ 4 കേട്ടോ. അപ്പോൾ ഇവിടെ 4 വരുന്നത് കേട്ടോ. 4 തെറ്റല്ലേ? 4. അപ്പോൾ എന്താ? 2 × 4 8 8 1 9/4 കേട്ടോ. 4. അപ്പോൾ 9 3 27 കേട്ടോ. 9 3 27. ഇവിടെ 4 1 × 4 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ ഞാൻ 2 എന്ന് എഴുതിയത്, ഇവിടുത്തെ 2 അത് തെറ്റാണ്. എപ്പോഴും എന്താ താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിങ്ങനെ കണ്ടോ? 27/4 കിട്ടും. എത്ര? അപ്പം നമ്മൾ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര? 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 6 4 24. എത്ര? ബാക്കി 3. അപ്പം നമ്മൾ എങ്ങനെ എഴുതും ഇതിനെ? കോഷ്യൻറ്റിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക, താഴെ എന്താണോ കിടക്കുന്നത് അതിനെ എഴുതുക, റിമൈൻഡർ എടുത്ത് മേളിൽ കൊണ്ടുവരിക. അപ്പോൾ 6 4 24 3 27/4 ഇതായിരിക്കും ആൻസർ കേട്ടോ കുഞ്ഞുങ്ങളെ. തെറ്റിക്കല്ലേ കേട്ടോ. അടുത്ത, ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അതേപോലുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം? 1.5 meter of cloth is needed for a shirt. How much cloth is required for 5 such a shirt? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. ഇപ്പം നമുക്കൊരു ബ്ലൗസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉടുപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തുന്നാനായിട്ട് നമുക്ക് എത്ര? 1.5 മീറ്റർ തുണി വേണം. അങ്ങനെയെങ്കിൽ 5 കുപ്പായം തുന്നാൻ ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 1.5 മീറ്റർ അധികം 1.5 മീറ്റർ അധികം അങ്ങനെ 5 വട്ടം എഴുതാം. അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1.5 × 5 അടിച്ചുകൂടായോ? 1.5യുടെ 5 അല്ലേ? അപ്പോൾ ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ. ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്, മലയാളവും എഴുതിയിട്ടുണ്ട് കേട്ടോ. 5 ഷർട്ടുകളോ 5 എണ്ണം തുന്നാൻ 5 × 1/5
1/2 ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് 5 × 1 1/2 എങ്ങനെയാണ് വന്നതെന്നൊക്കെ അറിയാമല്ലോ, നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അതായത് 1.5 മീറ്ററിൻ്റെ 5 ഷർട്ട് തുന്നാനാണ്. അപ്പം 5 × 3 15/2 2ഒക്കെ വന്നാൽ ഈ 2 ഇനി നമുക്കറിയാം എന്താണ് 15/2 മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും വരത്തില്ല. അപ്പോൾ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്ര 7 2 14 ശിഷ്ടം വന്നു. അപ്പോൾ കോഷ്യൻ്റ് എന്താണോ, അതായത് മുകളിൽ തരുന്ന എന്താണോ അത് ലെഫ്റ്റിലേ എഴുതാവൂ, താഴെ എന്താണോ നമ്മുടെ ചോദ്യത്തിൽ കിടന്നോ അത് തന്നെ താഴെ എഴുതാവൂ, റിമൈൻഡർ മുകളിലും എഴുതണം. എല്ലാവർക്കും അത് തിരിഞ്ഞു പോകുന്നുണ്ടോ ഞങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഇവിടെ ഏതൊക്കെ എവിടെ പറക്കി എഴുതണമെന്ന് മിക്ക കുട്ടികൾക്കും തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപയാണ്. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാമിന് എത്ര രൂപയാവും? അതൊക്കെ ചില കുട്ടികൾക്കുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ അവർ ചിന്തിച്ച് പറയുന്നുണ്ട്. 1 കിലോയ്ക്ക് 30 രൂപ തന്നിട്ടുണ്ടല്ലോ ടീച്ചറെ, അപ്പോൾ 2 കിലോയ്ക്ക് 60 അല്ലേ? 1 കിലോയ്ക്ക് 30 ആകുമ്പോൾ ഇത് 1/2 കിലോയ്ക്ക് 15 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ആ 30ഉം 15 കൂടെ ഇങ്ങനെയൊക്കെ കുട്ടികളും ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം കേട്ടോ, കണക്ക് എപ്പോഴും ചിന്തിച്ച് വേണം. അതായത് 1 കിലോ വെണ്ടയ്ക്കയുടെ വില 30 രൂപയാണ് ആണല്ലോ. പ്രൈസ് ഓഫ് ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയുടെ ഇംഗ്ലീഷ് എന്താ? ഓക്ര എന്നാട്ടോ, ഓക്ര. 2.5 കിലോഗ്രാം വെണ്ടയ്ക്കയ്ക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആ പറഞ്ഞ രീതിയിൽ ഏതാണ്, അതായത് ഞാൻ ആ പറഞ്ഞ രീതി വെച്ച് നോക്കിയോ നിങ്ങൾ, ഇവിടെ റഫായിട്ടൊന്ന് കാണിക്കാം. അതായത് 1 കിലോയ്ക്ക് 30 രൂപ അല്ലേ? അപ്പോൾ 2 കിലോ ആയപ്പോൾ 2.30 ആണല്ലോ, 2.30. ഇനി 1 കിലോയ്ക്ക് 30 ആകുമ്പോൾ 1/2 കിലോയ്ക്ക് അതിൻ്റെ നേർ പകുതിയായ 15 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ആ 15ഉം കൂടെ കൂട്ടിയാൽ പോരായോ? മനസ്സിലായോ? അപ്പോൾ എത്ര? 75 രൂപ നമുക്ക് മനക്കണക്ക് കൂട്ടുമ്പോൾ കിട്ടും. പക്ഷേ നമ്മളത് എങ്ങനെ ചെയ്യണം? ഇവിടെ 30 × അതായത് 1 കിലോ 30 ആകുമ്പോൾ 2.5 കിലോയ്ക്ക് എങ്ങനെയാണ്? ഈ ഒരു മെത്തേഡ് ഓർക്കണേ. അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം അത്രയും സമയം കളഞ്ഞത്. 2.5 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതണം? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന കൂട്ടണം. അപ്പോൾ നമുക്ക് 5/2 വരും. അപ്പോൾ ആ 5/2 വെച്ച് ചെയ്യണം. അപ്പോൾ 75 രൂപ വന്ന് കേട്ടോ. ഇനി ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. ഈ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കുമെന്ന്? എ പേഴ്സൺ വാക്ക് 2.5 കിലോമീറ്റർ ഇൻ ആൻ ഹവർ. അറ്റ് ദ സെയിം സ്പീഡ് ഹൗ ഫാർ വിൽ ഹി വാക്ക് ഇൻ 1.5 ഹവർ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം മീഡിയം. ഇനി 1 മണിക്കൂറിൽ അദ്ദേഹം നടന്നത് 2.5 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. 1 മണിക്കൂർ നിങ്ങളൊക്കെ നടക്കാൻ പോകാറുണ്ടോ നിങ്ങളെ? 2.5 കിലോമീറ്ററാണ് അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹം എത്ര 1 മണിക്കൂറിൽ 2.5 ആണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര? ഇതിനെല്ലാം എളുപ്പവഴി ഇങ്ങനെ ചെയ്താൽ മതി. ഈ വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതണം നിങ്ങളെ, സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യണം കേട്ടോ. 1 മണിക്കൂർ നടന്ന ദൂരം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 ഹവർ 2.5 കിലോമീറ്റർ. 1.5 മണിക്കൂർ നടന്ന ദൂരം എന്ന് വെച്ചാൽ 1.5 × 2.5. അപ്പോൾ 2 എണ്ണം ഇതേലേ വന്നിട്ടുണ്ട്. നമുക്ക് ഇതേലേ വന്നാൽ നമ്മുടെ അടുത്തായി അല്ലേ, നമ്മളോട് അക്കാളി. അപ്പോൾ എന്താ, താഴെ കിടക്കുന്ന ഇൻറ്റു ചെയ്തിട്ട് മേലിൽ കിടക്കും. 1 × 2 2 + 3/2. 2 × 2 4 4 + 1 5 5/2. നേരെ അങ്ങ് 3 × 5 15 2 × 2 4 15/4 എന്നുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര? 3 3/4. ഇനി പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് പറക്കി എഴുതുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്ത് ക്ലിയർ ആയിട്ട് വെക്കും കേട്ടോ. ലാസ്റ്റിൽ ഇത് പറക്കി എഴുതുന്നത് തെറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ, നിങ്ങളെ തെറ്റിക്കല്ലേ. അടുത്ത നോക്കിക്കേ. റോണി ഹാസ് 36 സ്റ്റാമ്പ് വിത്ത് ഹെർ. Shahira says he has 2 1/2 times this. How many stamp does Shahira have? റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട്. അതിൻ്റെ 2.5 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്ന് ഈ സാഹിറ പറയുന്നു. എന്താണ്? റോണിയുടെ കയ്യിൽ 36 ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5 മടങ്ങ് സാഹിറയുടെ കയ്യിലുണ്ടെന്ന് അവൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവളുടെ കയ്യിൽ എത്രയുണ്ടെന്ന്. അപ്പോൾ തന്നിരിക്കുന്നത് ആദ്യമേ നമ്മുടെ ജോലി വേർഡ് പ്രോബ്ലം തരുമ്പോൾ സ്റ്റെപ്പ് പറക്കി എഴുതുക എന്നുള്ളതാണ്. റോണിയുടെ കയ്യിൽ 36 ഉണ്ട്, സാഹിറയുടെ കയ്യിൽ അതിൻ്റെ 2 ഇരട്ടി ഉണ്ട് എന്നെഴുതി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? അപ്പം പിന്നെ എന്താ 2.5 അല്ലേ, 2.5 ഇരട്ടി ഉണ്ട്, 2.5 ഉണ്ടെന്നാ അല്ലേ. അപ്പോൾ ആദ്യം ആ 2.5 എന്താക്കണം? മിക്സഡിനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റണം. അപ്പം നമുക്ക് എത്ര കിട്ടി? 5/2. ഇനി സംശയമില്ലല്ലോ, ഇനി താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേലേക്ക് 2 × 2 4 4 1 5 കേട്ടോ. ഇതിനി സംശയം വരല്ലേ. 5/2. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരുന്നു ഉള്ളത്? 36 എണ്ണം അല്ലായിരുന്നോ? അപ്പം 36നെ അത് വെച്ച് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. 5 ×
36 ഇട്ടിട്ട് ആ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്നുകിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ വെട്ടി ചെയ്യുക. കാരണം 2ഉം 36ഉം 2ൻ്റെ ടേബിളിൽ പറ്റും. 1 2 2 18 2 36. അപ്പോൾ 18 × 5 90 വരും കേട്ടോ. അത് നിങ്ങൾ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ 18 വരും കേട്ടോ. ഇതൊക്കെ നല്ലപോലെ നോക്കി ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ. നിങ്ങൾക്ക് മന്ത്ലി ടെസ്റ്റ് ഒക്കെ തുടങ്ങി, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മന്ത്ലി ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ജോജി വർക്ക് ഫോർ 1/2 ഹവേഴ്സ് ഈച്ച് ഡേ. ഹൗ മെനി ഹവേഴ്സ് ഡസ് ഹി വർക്ക് ഇൻ 6 days? ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും? ജോജി ജോലി ചെയ്യുന്നത് 4.5 മണിക്കൂറാണ് ഓരോ ദിവസവും അല്ലേ? ഒരു ദിവസം ആണല്ലോ ഒരു ദിവസം ജോജി ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജോജി വർക്ക് എത്ര? ജോജി ദിവസവും 6 ദിവസം കൊണ്ട് ചെയ്യുന്നത് എത്രയാണ്? എത്ര ചെയ്യുക? അപ്പോൾ 6 days 6 ദിവസം കൊണ്ട് ചെയ്യുന്നതിനാ 6 × 9/2 അല്ലേ? ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയമുണ്ടോ? കാരണം എന്താണ്, നമുക്കിവിടെ 4.5. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എവിടെ കണ്ടാലും അതിനെ അങ്ങ് മാറ്റിയേക്കണം. താഴെ കിടക്കുന്ന ഇൻറ്റു ചെയ്യുക. 4 × 2 8, 8 1 9/2. ആ കിട്ടിയതിനെ എന്ത് ചെയ്യുക? ഈ എത്ര കവറാണ്? 6 കവറല്ലേ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നുകിൽ 6 × 9 ആ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 9 54 ഡിവൈഡ് 2 ചെയ്യുക. അല്ലെങ്കിൽ വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ വെട്ടി ചെയ്യുക. 1 2 2 3 2 6 3 × 9 27 കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്യണം കേട്ടോ. അടുത്ത നോക്കൂ നിങ്ങളെ ടെസ്റ്റിലെ ചോദ്യമാണ് 4 times 5 1/3 എന്ന് ഇംഗ്ലീഷുകാർക്ക്. മലയാളം മീഡിയക്കാർക്ക് 5 നേരെ തിരിച്ച് എഴുതിയേക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? 5 1/3ൻ്റെ 4 മടങ്ങ് എത്ര എന്നാണ് ഇതിൻ്റെ അർത്ഥം. 5 1/3ൻ്റെ 4 മടങ്ങ്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. അപ്പോൾ എങ്ങനെ എഴുതും? നമ്മൾ മുമ്പ് പറഞ്ഞ രീതി തന്നെ. ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഈ ഒരു പാഠത്തിലെ ഈ ഒരു കാര്യമാണ് കേട്ടോ. ഏതാ? മിക്സഡ് ഫ്രാക്ഷൻ. അതിനെ നമ്മൾ ഇംപ്രോപ്പറിലാക്കാൻ. ഇനി ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇംപ്രോപ്പറാക്കാൻ. അപ്പോൾ ആ കിട്ടിയ 4 × 16 ഡിവൈഡ് 3. 4 × 16 64/3. ഇതിനെ എന്താ 64നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 1/3 കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതും ചെയ്തിരിക്കുക. ഏതാ? 2 1/2. അതൊക്കെ ഇത് ഒരെണ്ണം ചെയ്താൽ നമുക്കറിയാം എങ്ങനെ ചെയ്യണമെന്നല്ലേ. ഇനി അത് എല്ലാം വാരി വലിച്ച് ചെയ്യേണ്ടല്ലോ നിങ്ങൾ. അതായത് ഒരെണ്ണം കൊണ്ട് നോക്കിയേ. 2 1/2യുടെ 2 5 ഭാഗം എങ്ങനെ എഴുതും? 2 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2 4 4 1 5/2 ഇൻറ്റു 2/5 എത്ര? 5 × 2 10 2 × 5 10. 10ൽ 10 എന്ന് വെച്ചാൽ ഫുള്ളല്ലേ? ആണല്ലോ. അപ്പോൾ 1. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. വെറുതെ നോക്കിയിരിക്കല്ലേ. ഈ സെയിം കണക്കിൻ്റെ വേറെ നമ്പർ മാറ്റിയാണ് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ മിക്സഡ് എവിടെ മിക്സഡ് തരുന്നോ അതിനെ ഇംപ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ക് പകുതി. പിന്നെന്താ, നേരെ അങ്ങ് ഇൻറ്റു ചെയ്ത് വെച്ചാൽ പോരെ. പിന്നെന്തോ ആലോചിക്കാൻ. മിക്സഡിൽ തരുന്നതിനെ ഇംപ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഏത് സംഖ്യയാണോ നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് അതിനെ അങ്ങ് ഇൻറ്റു ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടും കുഞ്ഞുങ്ങളെ. ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങളെ. പിന്നെന്താ പരപ്പളവ് കാണാൻ കേട്ടോ. അതായത് നോക്കിക്കേ, ഒരു റെക്റ്റാങ്കിളാണ് കണ്ടോ. ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പരപ്പളവും ഒക്കെ കാണാൻ അറിയാമോ നിങ്ങളെ? എന്താ പിന്നെ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാണ്? 2 × L + B എന്ന രീതിയിലാണ്. ഏതാ? പെരിമീറ്ററാണ് റെക്റ്റാങ്കിളിൻ്റെ. ഏരിയയോ L × B ആണ്. അപ്പം നമുക്കിത് നോക്കി, ഇതിൻ്റെ ഏരിയ കാണാൻ 5 × 3 15. അതൊക്കെ നമ്മൾ കുഞ്ഞിലെ മുതലേ നമുക്കറിയാവുന്നതല്ലേ. ഇനി അപ്പോൾ അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതെ, പരപ്പളവ് കാണാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് പരപ്പളവ് ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3 1/4 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 4 1/2 സെൻറ്റിമീറ്റർ. ഇനി ടീച്ചർ ഞങ്ങളോട് പഠിപ്പിക്കേണ്ട, കാരണം ഈ ചാപ്റ്റർ ഞങ്ങൾ ഇനി പഠിപ്പിക്കേണ്ട. കാരണം ഞങ്ങൾക്ക് അറിയാം ടീച്ചറെ, ഈ 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇനി ടീച്ചർ പറയണ്ട, ഞങ്ങൾക്ക് അറിയാം അല്ലേ. എന്തുവാ താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്നത് കൂട്ടെന്ന് പറയാനല്ലേ, അത് ഞങ്ങൾക്ക് അറിയാം എന്നല്ലേ എന്ന് നിങ്ങൾ പറയിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എന്താ 3 × 4 12 1 13/4 ആണോ നിങ്ങളെ. അടുത്തേ 4 × 2 8 8 1 9/2. ഇത് രണ്ടും ഓക്കെ ആണോ നിങ്ങളെ?
അപ്പോൾ പിന്നെന്താ ചെയ്യേണ്ടത്? കിട്ടിയ രണ്ടെണ്ണം കൂടെ എന്ത് ചെയ്യണം? നേരിട്ട് അങ്ങ് ഇൻറ്റു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇംപ്രോപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അതങ്ങ് ഇൻറ്റു ചെയ്ത് 13 × 9 117, 4 × 2 8, 117നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് 14 കിട്ടും. താഴെ ഏതാണോ കിടക്കുന്നത് അത് മാത്രമേ താഴെ എഴുതാവൂ. റിമൈൻഡർ എവിടെ വന്നത്? ഞാൻ ഇത്രയും നാളും താഴെയല്ലേ ആയിരുന്നത്. ഞാൻ മിക്സഡ് ഫ്രാക്ഷനിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും മേളിലേ ഇരിക്കത്തുള്ളെന്ന് പറഞ്ഞ് ഈ താഴെ വരുന്ന റിമൈൻഡർ അങ്ങ് മേളിലും പോവും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ ചാപ്റ്റർ ഏകദേശമൊക്കെ ആയി. അതായത് നിങ്ങളുടെ ഇത് കണ്ടില്ലേ, ഇതിനെ മിക്സഡിൽ തന്നിരിക്കുക ഇത് രണ്ടും. ഈ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കിയിട്ട് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഇത് നോക്കിയേ, മിക്സഡാണ്, ഇത് ഇംപ്രോപ്പറാണ്. മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കിയിട്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ ആൻസർ കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 1, 2, 3 പാർട്ടും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇത് അവസാന പാർട്ടാണ്. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. Thank you.